നമസ്കാരം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവിതയുടെ കോടതിയലക്ഷ്യ ഹർജി. അതിജീവിതയായ നടി തന്നെയാണ് വിചാരണ കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. പോലീസ് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി എന്ന ആരോപണത്തിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അതിജീവിതയ്ക്കെതിരെ ശ്രീലേഖ ആരോപണം ഉന്നയിക്കുന്നത്. ശ്രീലേഖയും ദിലീപും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന വാട്സപ്പ് ചാറ്റുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ദിലീപിന് അനുകൂലമായി ആർ ശ്രീലേഖ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ രീതിയിൽ വിവാദമായതുമാണ്. കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്നും നടനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്നുമായിരുന്നു ശ്രീലേഖ IPS ഉന്നയിക്കുന്ന ആരോപണം. അടുത്തിടെ ഒരു സ്വകാര്യ ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീലേഖ വീണ്ടും ദിലീപിന് അനുകൂലമായി രംഗത്ത് വരികയുണ്ടായി. കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നും ഈ കേസ് തീരാൻ പോകുന്നില്ല എന്നും ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നുവെന്നുമാണ് ശ്രീലേഖ പറഞ്ഞത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കേസിലെ അന്തിമവാദം ബുധനാഴ്ച ആരംഭിക്കുകയാണ്. ജനുവരി മധ്യത്തോടുകൂടി വിചാരണ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് കേസ് വിധി പറയാൻ മാറ്റിവെക്കുമെന്നാണ് കരുതേണ്ടത്. കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ 9 പ്രതികളാണുള്ളത്. കേസിൽ വിചാരണ നേരിടുന്ന 8ാം പ്രതിയാണ് ദിലീപ്. ബലാത്സംഗ ഗൂഢാലോചന കേസിലാണ് ദിലീപ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. പൾസർ സുനിയാണ് കേസിലെ 1ാം പ്രതി. ഇതിനിടെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നീതി തേടി അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു. അതിജീവിതയായ നടി ചൊവ്വാഴ്ചയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചത്. മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതിൽ നടപടിയുണ്ടായില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാഷ്ട്രപതിക്ക് കത്തെഴുതിയത്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല എന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്നും അത് പലതവണ തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും ഇതിനെതിരെ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് നടിയുടെ ഈ അപ്രതീക്ഷിത നീക്കം. അന്വേഷണ റിപ്പോർട്ടിൽ ഇതുവരേക്കും നടപടിയുണ്ടായിട്ടില്ല എന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും പരാതിയിൽ നടി ആവശ്യപ്പെടുന്നുണ്ട്. കോടതിയിലെത്തിച്ച മെമ്മറി കാർഡ് തുറന്നതിൽ ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ് നടപടിയുണ്ടാകേണ്ടത് എന്നും അതിനാലാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചത് എന്നും നടി വ്യക്തമാക്കി. തന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവവുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് തുറന്നതായി തെളിവുണ്ടായിരുന്നിട്ട് പോലും സുപ്രീം കോടതിയിൽ നിന്ന് പോലും നടപടിയുണ്ടായില്ല എന്നും അതിജീവിത പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിലെ തെളിവായ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് 3 കോടതികളിൽ നിന്ന് കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ട് നേരത്തെ റിപ്പോർട്ടർ TVയാണ് പുറത്തുവിട്ടത്. ജഡ്ജി ഹണി M വർഗീസ് ആണ് മെമ്മറി കാർഡ് സംബന്ധിച്ച അന്വേഷണം നടത്തിയത്. അവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നത്. 2018 ജനുവരി 9 മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് ആണ് എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി 9:58 എന്നും കണ്ടെത്തിയിരുന്നു. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബെഞ്ച് ക്ലർക്ക് 2018 ഡിസംബർ 13 മെമ്മറി കാർഡ് പരിശോധിച്ചു. ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹനാണ് നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ചത്. രാത്രി 10:58 മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചത് എന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങും. നടപടിക്രമങ്ങൾ 1 മാസം കൊണ്ട് പൂർത്തിയായേക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ നടക്കുക. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണം വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഹൈക്കോടതി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്.